സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇരുട്ടിനെക്കുറിച്ചാണ്. പലപ്പോഴും നമുക്കൊരു നെഗറ്റീവ് ഫീല് തരുന്ന ഒന്നാണ് ഈ ഇരുട്ട്, അല്ലേ? ശരിയാണ്. എന്നാൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇരുട്ടൊരു അനുഗ്രഹമാകുമോ? അതാണ് നമ്മൾ നോക്കുന്നത്. മൗലാന വഹീദുദ്ദീൻ ഖാന്റെ ചില ചിന്തകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു യൂട്യൂബ് വീഡിയോയിൽ അദ്ദേഹം പങ്കുവച്ച ആശയങ്ങൾ. അതെ, വളരെ എന്താ പറയാ, വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് മൗലാന മുന്നോട്ട് വയ്ക്കുന്നത്. ദൈവം പ്രകാശത്തെ മാത്രമല്ലല്ലോ സൃഷ്ടിച്ചത്, ഇരുട്ടിനെയും സൃഷ്ടിച്ചു. അപ്പോൾ രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒന്നും വെറുതെ അല്ല എന്ന ചിന്ത. അത് ശരിയാണ്. പൊതുവെ നമ്മൾ പ്രകാശം നല്ലത്, ഇരുട്ട് അത്ര ശരിയല്ല എന്ന രീതിയിലാണല്ലോ ചിന്തിക്കുന്നത്. അപ്പൊ ദൈവം രണ്ടുമുണ്ടാക്കിയെങ്കിൽ രണ്ടിനും അതിൻ്റെതായ ഒരു റോൾ ഉണ്ടാവണല്ലോ. തീർച്ചയായും. മൗലാന ഒരു ഉദാഹരണം പറയുന്നത് ഈ ചെറിയ പ്രാണികളെക്കുറിച്ചാണ്. പലർക്കും അതൊരു ശല്യമായി തോന്നാം. ശരിയാണ്. എന്നാൽ ശാസ്ത്രജ്ഞർ പറയുന്നത് എന്താണ്? അവയില്ലെങ്കിൽ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ തന്നെ തകരും. ഓഹോ. അതുപോലെയാണ് ഇരുട്ടും. അതിനെ നമ്മൾ മോശമായി മാത്രം കാണുന്നത് ശരിയല്ല. അതിനുമൊരു സ്ഥാനമുണ്ട്. ഈ ഒരു ആശയത്തിന് ചരിത്രപരമായ ഒരു തലം കൂടിയുണ്ടെന്ന് കേട്ടല്ലോ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പള്ളിയുടെ കാര്യം. അതെ അതെ, മദീനയിലെ പള്ളി, മസ്ജിദുൻ നബവി. അവിടെ പ്രവാചകൻ ഹിജ്റയ്ക്ക് ശേഷം ഏകദേശം 10 വർഷത്തോളം ഉണ്ടായിരുന്നല്ലോ. അതിലെ ആദ്യത്തെ 9 വർഷവും പള്ളിയിൽ വിളക്ക് കത്തിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ആളുകൾ ഇരുട്ടിലാണ് നമസ്കരിച്ചിരുന്നത്. അപ്പൊ സാധാരണ നമ്മളിത് കേൾക്കുന്നത് അന്ന് വിളക്ക് കത്തിക്കാനുള്ള സൗകര്യമില്ലായിരുന്നോ, ഒരു ഇല്ലായ്മയുടെ ഭാഗമായിട്ടാണ്. അതെ, അവിടെയാണ് മൗലാനയുടെ വ്യാഖ്യാനം ശ്രദ്ധേയമാകുന്നത്. അദ്ദേഹം പറയുന്നത് അതൊരു ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു മജ്ബൂരി, ഒരു നിർബന്ധിത അവസ്ഥയായിരുന്നില്ല എന്നാണ്. ആയിരുന്നില്ലേ? അതാ, മറിച്ച് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ഐഡിയലായ ഒരു സാഹചര്യം അതായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ആ വിളക്കില്ലായ്മ ഒരു കുറവായിട്ടല്ല, ഒരു പ്രത്യേകതയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പോ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ലത് ഇരുട്ടാണ്, വെളിച്ചം എന്നത് ഒരു ആവശ്യം, ഒരു നെസസിറ്റി മാത്രമാണ് എന്നാണോ? പ്രത്യേകിച്ച് ആളുകൾ കൂടുമ്പോഴുള്ള സൗകര്യത്തിനു വേണ്ടി. അതെ, ഏതാണ്ട് അങ്ങനെ വരും. കാരണം പ്രവാചകൻ ചെയ്തതാണ് ഏറ്റവും ഉത്തമമായ മാതൃക. അദ്ദേഹം 9 വർഷം ഇരുട്ടിൽ പ്രാർത്ഥിച്ചെങ്കിൽ അതിനെ ഒരു കുറവായി കാണുന്നതിനേക്കാൾ അതാണ് ഏറ്റവും ഉചിതമായ രീതി എന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിന് നേരെ വിപരീതമാണല്ലോ. എന്തുകൊണ്ടായിരിക്കും ഇരുട്ടു കൂടുതൽ അനുയോജ്യമാകുന്നത്? കാരണം ലളിതമാണ്. ഏകാഗ്രത, കോൺസെൻട്രേഷൻ. വെളിച്ചമുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് പോകും. ചുമരിലോ ആളുകളിലോ ഒക്കെ തങ്ങി നിൽക്കും, അല്ലേ? ശരിയാണ്. എന്നാൽ ഇരുട്ടിൽ നമ്മുടെ ചിന്തകൾക്കങ്ങനെ തടസ്സങ്ങളില്ല, അതിരുകളില്ലാതെ സഞ്ചരിക്കാൻ പറ്റും. മൗലാന അതിനെ സോച്ച് ക സഫർ എന്നാണ് വിളിക്കുന്നത്, ചിന്തയുടെ യാത്ര. സോച്ച് ക സഫർ. അതെ, നമ്മൾ കണ്ണടച്ച് ദൂരെ അമേരിക്കയിലുള്ളൊരു സുഹൃത്തിനെ ഓർത്താൽ മനസ്സുകൊണ്ട് അവിടെ എത്തും. അതുപോലെ ഈ ഒരു ആന്തരിക യാത്ര, അതാണ് ആരാധനയുടെ കാതൽ. ഇരുട്ടതിന് കൂടുതൽ സഹായിക്കും. പക്ഷേ സാധാരണ ആളുകൾക്ക് ഇരുട്ട് എന്ന് പറയുമ്പോൾ ഒരു പേടി അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാറില്ലേ? ആ ഒരു മാനസികാവസ്ഥയെ എങ്ങനെയാണ് മറികടക്കാൻ പറ്റുക? അവിടെയാണ് നമ്മുടെ മനോഭാവത്തിന്റെ പ്രാധാന്യം. ഇരുട്ടിനെ ഒരു ഭയമായി കാണുന്നതിന് പകരം കൂടുതൽ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായി കാണുക. മൗലാന അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം പറയുന്നുണ്ട്. പ്രായമായപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച കുറഞ്ഞു. അപ്പോൾ ബാഹ്യലോകം മങ്ങിയെങ്കിലും ബസീറത്തെന്ന് അദ്ദേഹം പറയും, അതായത് ആന്തരികമായ ഉൾക്കാഴ്ച, അത് കൂടിയെന്ന്. ബസീറത്ത്, ആ വാക്ക് ശ്രദ്ധേയമാണല്ലോ. അതെന്താണ്? കൃത്യമായി പറഞ്ഞാൽ കാഴ്ചയില്ലാത്ത അവസ്ഥ എന്നാണോ? അല്ല, കാഴ്ചയില്ലായ്മ എന്നതിനേക്കാൾ ബാഹ്യമായ ശ്രദ്ധ കുറയുമ്പോൾ തെളിഞ്ഞുവരുന്ന ഒരു ആന്തരിക ജ്ഞാനം അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച എന്ന് പറയാം. നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനുള്ളൊരു കഴിവ്. ഓഹോ. പുറം ലോകത്തെ കാഴ്ചകൾ കുറഞ്ഞപ്പോൾ അകം ലോകം കൂടുതൽ വ്യക്തമായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 10 വർഷം മുൻപ് അദ്ദേഹം എഴുതിയതും സംസാരിച്ചതും പോലെയല്ല ഇപ്പോഴത്തെ എഴുത്തും സംസാരവും. അതിൽ വലിയ വ്യത്യാസമുണ്ട്. കാഴ്ച കുറഞ്ഞത് ഒരു തരത്തിലൊരു അനുഗ്രഹമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അത്ഭുതം തന്നെയാണല്ലോ. പുറമേയുള്ള ഒരു കുറവ് അകത്തുള്ള ഒരു നേട്ടത്തിന് വഴിമാറുന്നു എന്നത്. അതെ, ഇതേ ആശയം വരുന്ന ഒരു കവിതയുണ്ട്. മദീനയെക്കുറിച്ച് പാടിയ അന്ധനായൊരു കവിയുടെ വരികളാണ്. ബസാരത് കോഗയി തോ ക്യാ, ബസീരത്തോ സലാമത് ഹൈ. മദീന ഹംനെ ദേഖാ ഹൈ മഗർ നാദീദ. കാഴ്ച പോയതുകൊണ്ട് എന്താ, എന്റെ ഉൾക്കാഴ്ച ഭദ്രമായിരിക്കുന്നു. ഞങ്ങൾ മദീന കണ്ടിട്ടുണ്ട്, പക്ഷെ കണ്ണുകൊണ്ട് കാണാതെയാണ് കണ്ടത് എന്നാണ് അതിന്റെ ഒരു അർത്ഥം. കൊള്ളാം. അതായത് പ്രതികൂല സാഹചര്യങ്ങളിലും ഒരു പോസിറ്റീവ് വശം കണ്ടെത്താൻ കഴിയും. തീർച്ചയായും.
കാഴ്ച പോകുക എന്നത് വലിയൊരു ദുഃഖം തന്നെയാണ്, സംശയമില്ല. പക്ഷെ അതിലും ഒരു നന്മയുണ്ട് എന്നോർമ്മിപ്പിക്കുകയാണ്. അപ്പോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണ്? ലോകത്ത് ഒന്നിനെയും പൂർണ്ണമായി നെഗറ്റീവായിട്ട് കാണരുത്. എല്ലാത്തിലും ഒരു സാധ്യതയുണ്ട്. എപ്പോഴും 100% ശുഭാപ്തിവിശ്വാസം വേണമെന്നല്ല. അല്ല, ഒരു തുറന്ന സമീപനം. അതെ, തുറന്ന മനസ്സോടെ നോക്കുക. ശരിയാണ്. അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ ലൈറ്റ് പോയാ അയ്യോ കഷ്ടമായല്ലോ എന്ന് കരുതണ്ട. ഹാ, ഒരുപക്ഷെ കൂടുതൽ നന്നായിട്ട്, കൂടുതൽ ആത്മാർത്ഥമായിട്ട്, കൂടുതൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാനുള്ളൊരവസരമായിരിക്കാം അത്. എല്ലാ പ്രതിസന്ധിയിലും ഒരു സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ ഈ സംസാരിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇരുട്ടെന്നത് പേടിക്കേണ്ട ഒന്നല്ല, ഒഴിവാക്കേണ്ട ഒന്നുമല്ല, മറിച്ച് ഏകാഗ്രതയ്ക്കും ആന്തരികമായ ഉണർവിനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതെ, നമ്മൾ മോശമെന്ന് കരുതുന്ന പലതിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നല്ല വശങ്ങളുണ്ട്. ഒരു കാഴ്ചയില്ലായ്മതിൽ പോലും ഒരു അനുഗ്രഹം കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കാം. പ്രാർത്ഥനയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ തിരക്കുപിടിച്ച ഈ ജീവിതത്തിൽ ശ്രദ്ധ കൂട്ടാനും നമ്മുടെ ആന്തരിക ലോകവുമായി കുറച്ചുകൂടി അടുക്കാനും ബോധപൂർവം ഇരുട്ടിന്റെ നിമിഷങ്ങൾ, അതായത് പുറത്തുനിന്നുള്ള ബഹളങ്ങളും ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളും കുറഞ്ഞ നിമിഷങ്ങൾ കണ്ടെത്തുന്നത് ഒരുപക്ഷേ ഉപകാരപ്പെട്ടേക്കാമല്ലേ? തീർച്ചയായും. ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.